ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടോപ്പിക് വുഡ്. പല ആളുകൾക്കും വുഡിൻ്റെ ഉപയോഗം കൺഫ്യൂഷൻ ആവാറുണ്ട്. ഒരുപാട് ഉപയോഗം ഉണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം. പ്രധാനപ്പെട്ട 4 ഉപയോഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. കൂടുതൽ ഉപയോഗം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ ഉപയോഗം, ഓഫർ ചെയ്യുക. നമ്മളൊരു കാര്യം സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യം കാണിക്കുക. രണ്ടാമത്, പൊളൈറ്റ് റിക്വസ്റ്റ്. വളരെ താഴ്മയോട് കൂടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക. 3, റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻ. കഴിഞ്ഞ കാലത്ത് തുടർച്ചയായി ചെയ്തിരുന്നൊരു കാര്യം പറയാൻ വേണ്ടി. 4, റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരാൾ പറഞ്ഞ കാര്യം അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വുഡ് നാം ഉപയോഗിക്കുന്നു. വിശദമായി പഠിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായി നമുക്ക് ഓഫർ ചെയ്യാൻ വേണ്ടി എങ്ങനെ വുഡ് ഉപയോഗിക്കാം എന്ന് നോക്കാം. നാം ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്നു. അപ്പോൾ വെയിറ്റർ ചോദിക്കുന്നു, വുഡ് യു ലൈക്ക് എനിത്തിങ് എൽസ് വിത്ത് ദാറ്റ്? ഇനി വല്ലതും വേണോ? ആ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി ആവശ്യമായ സാധനങ്ങളൊക്കെ അയാൾ തരാൻ തയ്യാറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ഉദാഹരണം, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? ഹാവിൻ്റെ മീനിങ് ഈറ്റ് എന്നുള്ളതാണ്, തിന്നുക. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? കഴിക്കാൻ എന്താ വേണ്ടേ? വുഡ് യു ക്യാരി ദിസ് ഫോർ മീ പ്ലീസ്? ഇനി റിക്വസ്റ്റിൻ്റെ ഉദാഹരണം, വുഡ് യു ക്യാരി ദിസ് ഫോർ മീ പ്ലീസ്? വൃദ്ധയായ ഒരു അമ്മ ഭാരം ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അത് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അപേക്ഷിക്കുകയാണ്, വുഡ് യു ക്യാരി ദിസ് ഫോർ മീ? എനിക്ക് വേണ്ടി ഇതൊന്ന് ചുമന്ന് കൊണ്ടുപോകാമോ? വുഡ് യു ക്ലോസ് ദ വിൻഡോ പ്ലീസ്? ദയവായിട്ട് ആ ജനാല ഒന്ന് ക്ലോസ് ചെയ്യാമോ, അടക്കാമോ? അതും റിക്വസ്റ്റിന് ഉദാഹരണമാണ്. വുഡ് യു ഗിവ് ദിസ് ബുക്ക് ടു ഹിം പ്ലീസ്? ദയവായി ഈ ബുക്ക് അവനിക്കൊന്ന് കൊടുക്കാമോ? ഇതും റിക്വസ്റ്റിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് കൂട്ടുകാരോടൊപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഇതെൻ്റെ കഴിഞ്ഞ കാലത്തുള്ള ഒരു പാസ്റ്റ് ആക്ഷനാണ്, ഒരു കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു ഹാബിറ്റാണ്. ഇങ്ങനെയുള്ള കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻ അല്ലെ ഹാബിറ്റ് പറയാൻ വേണ്ടി ഇത് വുഡ് ഉപയോഗിക്കുന്നു. വെൻ ഷി വാസ് ഇൻ കോളേജ് ഷി വുഡ് ഡാൻസ് വെരി വെൽ. അവൾ കോളേജിലായിരുന്ന സമയത്ത് അവൾ നന്നായിട്ട് നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. വെൻ ഐ വാസ് ഇൻ കോളേജ് ഐ വുഡ് സിങ് വെൽ. ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് നന്നായിട്ട് പാട്ട് പാടാറുണ്ടായിരുന്നു. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഞങ്ങൾ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഉപയോഗം, റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണം, ദുർഗ പറയാണ്, ഐ വിൽ ബ്രിങ് ദ ബുക്ക്. ഞാൻ ബുക്ക് കൊണ്ടുവരാം. ഈ പറഞ്ഞ കാര്യം നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വില്ലിനെ വുഡ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദുർഗ സെഡ് ദാറ്റ് ഷി വുഡ് ബ്രിങ് ദി ബുക്ക്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിക്കുക.